എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോ സ്പേസ് ക്ലീൻ ചെയ്തിട്ട് നമ്മളിവിടെയുള്ള ഐറ്റംസ് എല്ലാം ആ സ്റ്റുഡിയോ സ്പേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ 2 ഫ്ലോറും, അതായത് ഈ 2 റൂമിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്തിട്ട് നമ്മളിവിടെ മാറ്റിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത ഫസ്റ്റ് കോട്ട് പോളിഷ് ഇതുപോലൊരു വൈറ്റ് ലൈൻസ് പോലെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ വീണ്ടും ചെറിയ തോതിൽ പോളിഷ് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. ഇവിടെയും വൈറ്റ് പാച്ചസ് ഉണ്ട്. ഇപ്പം പോളിഷ് അതിൻ്റെ മുകളിൽ കൂടെ ചെയ്തേരൊന്നും കാണുന്നില്ല. അപ്പം ഇത് ഡ്രൈ ആയിട്ടാകുമ്പം കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ സെക്കൻഡ് കോട്ടും കൊടുക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ 320 ഗ്രിറ്റിൻ്റെ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇത് മൊത്തം ഒന്നുകൂടി ഫൈൻ സാൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ പോളിഷ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഏതായാലും വർക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ സ്പേസിൻ്റെ നിലത്തെ കാർപ്പറ്റ് വർക്ക് കഴിഞ്ഞു. അപ്പം അത് ഭംഗിയായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 റൂമിലും കാർപ്പറ്റ് ഇടുവാന്നാണ്. അപ്പം ഈ റൂമിൽ നമ്മൾ കാർപ്പറ്റ് ഇടുമ്പോൾ ഫോം ഷീറ്റ് ഇടുന്നുണ്ട്. നിലത്ത് 2 mm തിക്നെസ്സുള്ള ഫോം ഷീറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കാർപ്പറ്റ് ഇടും നമ്മൾ. അപ്പം നമ്മളിപ്പം ഇവിടെയുള്ള നമ്മളെ ടൂൾസ് എല്ലാം ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഓഫീസ് സ്പേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം ഇത് മൊത്തം ക്ലീൻ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ കാർപ്പറ്റ് ഇടും. അപ്പോൾ നമുക്കെന്നാൽ ഇതിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് ഒട്ടിക്കുന്ന വർക്ക് കഴിഞ്ഞു. ഇത് ലാസ്റ്റിലത്തെ എഡ്ജ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതിന് മുകളിൽ ഷീറ്റ് ഇടുക ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഫ്ലോർ കാർപ്പറ്റ് ഇടുക ചെയ്യുക.
നല്ല കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളെ മാറ്റിൻ്റെ വർക്ക് ഇന്നേക്ക് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 റൂമിൽ മാറ്റ് ഇട്ടിന്. ഇത് നമ്മുടെ സ്റ്റുഡിയോ സ്പേസ്. അപ്പം അവിടെ നമ്മൾ നേരത്തെ മാറ്റ് ഇട്ടിനേനു. ഇത് കഴിഞ്ഞു. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റ് ഇട്ടു. ഇനി നമുക്ക് പെൻഡിങ് വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് ലെവൽ, അതായത് ടോപ്പ് സർഫേസിൻ്റെ പോളിഷും, പിന്നെ ഇതിൻ്റെ താഴെ സെക്കൻഡ് കോട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലൊരു പ്ലൈവുഡ് വരണം. പിന്നെ വന്നിട്ട് ഈ റൂമിലും കൂടി സെയിം കളർ മാറ്റ് ഈ റൂമിലും കൂടി വരും. അപ്പം ഇവിടെയും കൂടി ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഇന്നേക്ക് നമ്മൾ ചെയ്ത പണി ഇതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.